വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആനുവൽ ഇവാലുവേഷൻ്റെ 2025 ബേസിക് സയൻസിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി 2-3 ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും. അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ആൻസർ എനി 5 ഫ്രം 7 ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ. ഇവിടെ താഴെ 7 ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 5 ആക്ടിവിറ്റീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ആക്ടിവിറ്റി ഒബ്സർവ് ദ പിക്ചർ. താഴെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ പിക്ചറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമുക്ക് നോക്കാനുള്ളത്. ചോദ്യം, വിച്ച് ഡിവൈസ് ഈസ് ഡിപിക്റ്റഡ് ഇൻ ദ പിക്ചർ. ഈ പിക്ചറിലുള്ളത് ഏത് ഡിവൈസ് ആണ് കൂട്ടുകാരെ? സോളാർ പാനൽ ആണ്. ഓക്കെ, സോളാർ പാനൽ. അപ്പോൾ അവിടെ എഴുതേണ്ടത് സോളാർ പാനൽ എന്നാണ്. ദെൻ ബി ചോദ്യം, വിച്ച് ഫോം ഓഫ് എനർജി ഈസ് യൂസ്ഡ് ഇൻ ദിസ്. ഇതിൽ ഏത് ഫോം ഓഫ് എനർജിയാണ് ഉപയോഗിക്കുന്നത്? സോളാർ എനർജി ആണ് ഉപയോഗിക്കുന്നത്. സോളാർ എനർജി. റൈറ്റ് എനി 3 അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് ഡിവൈസസ്. എന്താണ് ഇത്തരത്തിലുള്ള ഡിവൈസ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏതെങ്കിലും 3 അഡ്വാൻറ്റേജസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? അപ്പോൾ പ്രധാനമായിട്ടും ഇറ്റ് ഈസ് ഇൻഹോസ്റ്റബിൾ ആണ്, ഡസ് നോട്ട് കോസ് പൊല്യൂഷന് കാരണമാകുന്നില്ല. ഇറ്റ് ക്യാൻ യൂസ് ഇൻ റിമോട്ട് ഏരിയാസിലൊക്കെ ചെറിയ ചെറിയ ഏരിയാസിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി നമ്പർ 2, ക്ലാസിഫൈ ദ ഗിവൺ എനർജി സോഴ്സസ് ഇൻടു റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി. താഴെ തന്നിട്ടുള്ള എനർജിയെ റിന്യൂവബിൾ എനർജി എന്നും നോൺ റിന്യൂവബിൾ എനർജി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വിൻഡ്, പെട്രോൾ, LPG, സണ്ണ്, വേവ്, കെറോസിൻ. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് കൂട്ടുകാരെ നോൺ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്? ഓക്കെ, നോൺ റിന്യൂവബിൾ എനർജി ആദ്യം നോക്കാം. പെട്രോള്, അതുപോലെ തന്നെ LPG, ദെൻ കെറോസിൻ. ഇതൊക്കെയാണ് നോൺ റിന്യൂവബിൾ എനർജി ആയിട്ടുള്ളത്. ഇനി റിന്യൂവബിൾ എനർജിയിൽ വരുന്നത് ഏതൊക്കെയാണ്? വിൻഡ്, വേവ്, ദെൻ സണ്ണ്. ഈ 3 എണ്ണവുമാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ യൂസ് ഓഫ് വിച്ച് എനർജി സോഴ്സസ് ദ റിന്യൂവബിൾ ഓർ നോൺ റിന്യൂവബിൾ ഈസ് ബെറ്റർ ഫോർ ദ ഫ്യൂച്ചർ. വൈ? ഇതിൽ ഏതാണ് ഫ്യൂച്ചറിന് നല്ലത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? റിന്യൂവബിൾ എനർജി ആണോ നോൺ റിന്യൂവബിൾ എനർജി ആണോ? ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് ദ റിന്യൂവബിൾ എനർജി. ഏതാണ്? റിന്യൂവബിൾ എനർജി ആണ് ഫ്യൂച്ചറിന് നല്ലത്. എന്തുകൊണ്ടാണ്? ഡു നോട്ട് ഗെറ്റ് ഡിപ്ലീറ്റഡ് ഡ്യൂ ടു കൺസപ്ഷൻ. എന്താണ്? നമ്മൾ ഉപയോഗിക്കും തോറും എന്താണ് അത് കുറഞ്ഞു വരുമൊന്നും ചെയ്യില്ല, അതുകൊണ്ടാണ്. Then C question, write any 2 methods that can be adopted by you for energy conservation. എനർജി കൺസർവേഷന് വേണ്ടിയിട്ട് ഏതെങ്കിലും 2 മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെഴുതാം? ഡു നോട്ട് വേസ്റ്റ് എനർജി. ഓക്കെ, then use only energy efficient appliances. അഥവാ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. കുറേ കാലങ്ങളായിട്ടുള്ള ഫാന്, ഫ്രിഡ്ജ്, ഇതൊക്കെ എന്താണ് കൂടുതൽ എനർജി കപ്പാസിറ്റി വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ളതും ഉപയോഗിക്കാതെ പുതിയ രീതിയിലുള്ളത് കൂടുതൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. കംപ്ലീറ്റ് ദ പിക്ചറൈസേഷൻ. ഇവിടെ പിക്ചറൈസേഷൻ തന്നിട്ടുണ്ട്, ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്ക്, സെൻസറി ഓർഗൻസ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ വിഷന് വേണ്ടിയിട്ട് നമ്മൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ഐ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ എഴുതേണ്ടത് എന്താണ്? ഐ എന്നാണ് എഴുതേണ്ടത്. ദെൻ ഇയർ കൊണ്ട് എന്താ നമുക്ക് ഉണ്ടാവുന്നത്? ഹിയറിംഗ് ആണ് ഉണ്ടാവുന്നത്, കേൾവിയാണ്. അപ്പോൾ ഇവിടെ ഹിയറിംഗ് എന്ന് എഴുതി കൊടുക്കുക. ദെൻ സ്മെല്ല് നമ്മൾ എന്തുകൊണ്ടാണ്? നോസ് കൊണ്ടാണ്. അപ്പോൾ അവിടെ നോസ് എന്ന് എഴുതി കൊടുക്കുക. ദെൻ ടങ്ക് എന്തിനാണ്? നമുക്ക് ടേസ്റ്റ് അറിയാനാണല്ലേ. അപ്പോൾ അവിടെ ടേസ്റ്റ് എന്ന് എഴുതുക. ദെൻ ടച്ച് അറിയുന്നത് നമ്മുടെ സ്കിന്ന് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഐ, ബി ഹിയറിംഗ്, സി നോസ്, ഡി ടേസ്റ്റ്, ഈ സ്കിന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ്
Fourth one, Science Club conducted a program named With the Doctor. The event discussed about eye disease and how to protect the eyes. എന്താണ് സ്കൂളിലെ സയൻസ് ക്ലബ്ബ് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് വിത്ത് ദ ഡോക്ടർ എന്നുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിലന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഐ ഡിസീസസിനെ കുറിച്ചിട്ടും അതുപോലെ ഇയർ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു. ഓക്കെ, ദെൻ റൈറ്റ് ദി നെയിം ഓഫ് ആൻഡ് സിംറ്റംസ് ഓഫ് എനി ഡിസീസ് ദാറ്റ് എഫക്റ്റഡ് ദ ഐ. ഐയുടെ ഏതെങ്കിലും ഒരു ഡിസീസും അതിൻ്റെ സിംറ്റംസിനെ കുറിച്ചിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം കോൺജക്റ്റീവ്സ് എന്നുള്ള ഒരു ഡിസീസസിനെ കുറിച്ചിട്ട് അറിയാം. പെയിൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റെഡ്നെസ് ഉണ്ടായിരിക്കും, സ്വാലോ ഐലിഷ് ഉണ്ടായിരിക്കും, എക്സസ് ടിയർ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ഇനി വാട്ട് ആർ ദ തിങ്സ് വി നീഡ് ടു ടേക്ക് കെയർ ടു പ്രൊട്ടക്ട് ദ ഇയേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡു നോട്ട് പുട്ട് വാട്ടർ ഓർ അതർ ലിക്വിഡ്സ് ഇൻ ദ ഇയർ. എന്താണ് നമ്മുടെ ചെവിയിൽ എന്തെങ്കിലും വാട്ടറോ ലിക്വിഡ്സോ ഒന്നും നമ്മൾ ഒഴിക്കരുത്. ഡു നോട്ട് പുട്ട് അതർ മെറ്റീരിയൽസ് ഇൻ ടു ദ ഇയർ. അതുപോലെ വേറെ മെറ്റീരിയൽസ് ഒന്നും ഇടരുത്. ഡു നോട്ട് ലിസൺ ടു ലൗഡ് സൗണ്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് ലൗഡ് സൗണ്ട്സ് ഒന്നും കേൾക്കരുത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. വിച്ച് പാർട്ട് ഓഫ് ദ ഇയർ റിസീവ്സ് സൗണ്ട്സ് ആൻഡ് ഡയറക്റ്റ് ഇൻ ടു ദ ഇയർ. ഇയറിൽ സൗണ്ട്സ് ഡയറക്റ്റ് ആയിട്ട് കേൾക്കുന്നത് ഏത് പാർട്സ് വെച്ചിട്ടാണ്? ഏതാണ്? പിന്ന വെച്ചിട്ടാണ്. ഓക്കെ, PNNA. ഓക്കെ, ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. അഞ്ചാമത്തെ എന്ന് പറയുന്നത് ദ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഓഫ് ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സ് ആർ ഗിവൺ. താഴെ നമുക്ക് ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സിൻ്റെ ഗ്രോത്തിൻ്റെ സ്റ്റേജസ് ആണ് തന്നിട്ടുള്ളത്. എഗ്, വ്രിഗ്ലർ, മോസ്കിറ്റോ, പ്യൂബ, ലാർവ, ടാഡ്പോൾ, ബട്ടർഫ്ലൈ, ടൂഡിൽബർഗ്. ഓക്കെ, ഇനി ചോദ്യം, നെയിം ദ ക്രിയേച്ചർ ഹൂസ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആർ കംപ്ലീറ്റ്ലി ഗിവൺ, റൈറ്റ് ദെയർ ഗ്രോത്ത് സ്റ്റേജസ് ഇൻ പ്രോപ്പർ ഓർഡർ. അതോ ഓരോന്നിനെയും പ്രോപ്പർ ഓർഡർ ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തെടുക്കാം? ബട്ടർഫ്ലൈ എടുക്കാം. ഓക്കെ, ബട്ടർഫ്ലൈ ഏതാണ്? ബട്ടർഫ്ലൈ നേരെ ആദ്യം ആവുന്നത് എഗ് ആണ്. അല്ലെങ്കിൽ എഗ്, പിന്നെ ആവുന്നത് ലാർവ, പിന്നെന്താണ്, പിന്നെ അത് പ്യൂബ, ദെൻ ബട്ടർഫ്ലൈ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വേണം നമുക്ക് മോസ്കിറ്റോ എടുക്കാം. മോസ്കിറ്റോ ആദ്യം എഗ് ആവും, പിന്നെ അത് വ്രിഗ്ലർ ആയിട്ടാണ് മാറുന്നത്. സ്പെല്ലിംഗ് ഇതാണ് കേട്ടോ, വ്രിഗ്ലർ, ദെൻ മോസ്കിറ്റോ. ഓക്കെ, ദെൻ മോസ്കിറ്റോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. ബി ചോദ്യം, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ലാർവ ഓഫ് ദ ക്രിയേച്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ളതിൽ ലാർവയുടെ പേര്, ആ ക്രിയേച്ചറിൻ്റെ ലാർവയുടെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫ്രോഗ് ആണ്. ഫോർഗയുടെ ഏതാണ്? ടാഡ്പോൾ ആണ് അല്ലേ, ടാഡ്പോൾ ആണ്. ദെൻ ക്രോക്രോച്ച് ആണ്. ക്രോക്രോച്ചിൻ്റെ ഏതാണ്? നിംഫാണ്, നിംഫ്. സി ചോദ്യം, നെയിം ദ പ്രോസസ്സസ് ദാറ്റ് ഹാപ്പൻസ് ടു ദ ക്രിയേച്ചേഴ്സ് ഇൻ ദിസ് മാനർ. ഇതേപോലെ ഇങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? എന്താണ്? മെറ്റാമോർഫോസിസ് എന്നാണ്. ഓക്കെ, മെറ്റാമോർഫോസിസ് നമ്മൾ പറയും രൂപാന്തരണം എന്ന് പറയും അല്ലേ, മെറ്റാമോർഫോസിസ്. ഓക്കെ, ദെൻ ആറാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. Examine the classification of some organisms done by Rema and Suma given below. രമയും സുമയും കുറച്ച് ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? റാപ്റ്റൈൽസ്, ആംഫിബിയൻസ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ചോദ്യം, ഈസ് ദർ എനി മിസ്റ്റേക്ക് ഇൻ ദ ക്ലാസിഫിക്കേഷൻ ഡൺ ബൈ രമ ആൻഡ് സുമ. രമയും സുമയും ക്ലാസിഫൈ ചെയ്തതിൽ ഏതെങ്കിലും റോങ് ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രമ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? റാപ്റ്റൈൽസിൽ സ്നേക്ക്, ക്രോക്കറ്റൈൽ, ഹൗസ് ലിസാർഡ്. ഓക്കെ, ആംഫിബിയൻസിൽ ഫ്രോഗ്, സലാമൻഡർ, ടോട്ടോയിസ്. ഇതിൽ ഏതാണ് കൂട്ടുകാരെ? ഇതിൽ നമ്മുടെ ടോട്ടോയിസ് എന്ന് പറയുന്നത് ആംഫിബിയൻ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ടോട്ടോയിസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഇനിയോ, ദെൻ സുമ ചെയ്തിട്ടുള്ളത് റാപ്റ്റൈലിൽ സ്കിങ്ക്, സ്നേക്ക്, അലിഗേറ്റർ, ആംഫിബിയൻസിൽ ഫ്രോഗ്, കാസ്ലിയന്, ദെൻ സാലമൻഡർ. ഇത്രയുമാണ് തന്നിട്ട്. അപ്പോൾ സുമ ചെയ്തത് കറക്റ്റാണ്. രമയിലെ ഈ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. ദെൻ ഇനി ആക്ടിവിറ്റി നമ്പർ 7 ആണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ ചൂസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ്
ഫുൾ ഫോർ സ്റ്റാർ വാച്ച്. സ്റ്റാർ വാച്ചിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് കൺസ്റ്റലേഷൻ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഇതിൻ്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ഓറിയൺ ആണ്. ഓക്കെ, ഓറിയോൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബിഗ് ഡിബ്ബർ ആണ്. ഓക്കെ, ബിഗ് ഡിബ്ബർ. തേർഡ് വൺ എന്ന് പറയുന്നത് സ്കോർപ്പിയസ് ആണ്. ഓക്കെ, ദെൻ ഇതിലെ ബി ചോദ്യം താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് ആയത് ചൂസ് ചെയ്യാനാണ്. യൂസ് എ സ്റ്റാർ മാപ്പ്. ചൂസ് എ ബ്രൈറ്റ് മൂൺലൈറ്റ് നൈറ്റ് ഫോർ സ്റ്റാർ വാച്ചിങ്. സ്റ്റാർ വാച്ചിങ്ങിന് എന്ത് വേണം? നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മൂൺലൈറ്റ് വേണം, സ്റ്റാർ മാപ്പ് വേണം. ഇലക്ട്രിക് ലൈറ്റ് ഇൻ ദ സറൗണ്ടിങ്സ് ഹെൽപ്പ് നൈറ്റ് സ്കൈ വാച്ചിങ്. അതുപോലെ ഇലക്ട്രിക് ലൈറ്റ് ഒക്കെ സറൗണ്ടിങ്സ് ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ആ സ്കൈ വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ചൂസ് എ ഡാർക്ക് ഓപ്പൺ സ്പേസ് വേർ ഹൊറിസോൺ ഈസ് വിസിബിൾ ഫോർ ഒബ്സർവേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ് കൂട്ടുകാരെ? ചൂസ് എ ഡാർക്ക് ഓപ്പൺ സ്പേസ് എന്നുള്ളതാണ്. ഇതാണ് റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ സ്റ്റാർ വാച്ച് എന്നുള്ളത്. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.